ഇനി വൽ അഹ്കാമു ഹുക്കുമുകൾ, എങ്ങനെയുള്ള ഹുക്കുമുകൾ? അൽ മുറാദത്തു ഉദ്ദേശിക്കപ്പെടുന്ന ഫീമ ദുക്കിറ പറയപ്പെട്ട കാര്യങ്ങൾ, പറയപ്പെട്ട കാര്യങ്ങളില്ലേ നമ്മുടെ ഫിഖ് ആയിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ ഉള്ള ഹുക്കുമുകൾ സബഅത്തുൻ 7 അൽ വാജിബ് വാജിബാവുക, അൽ മൻദൂബ് മൻദൂബാവുക, പിന്നെ മുബാഹ വൽ മുബാഹു വൽ മഹ്ദൂർ വൽ മക്റൂഹ് വസ്സഹീഹ് വൽ ഫാസിദ്. ഇവിടെ മഹ്ദൂർ എന്നുള്ളത് ആ ഹറാമ് വരുന്ന സംഗതിയാണ്. മക്റൂഹ് പിന്നെ അറിയാം. പിന്നെ വസ്സഹീഹ് വൽ ഫാസിദൊക്കെ നമ്മുടെ ജവാമി കൊടുത്ത രൂപത്തിലല്ല. ഒരമൽ സ്വഹീഹാവുക അതുപോലെ തന്നെ ഫാസിദാവുകയൊക്കെ ഇവിടെ ഹുക്കുമായിട്ടാണ് പരിചയപ്പെടുന്നത്. പിന്നെ ജമുൽ ജവാമിലൊക്കെ കൊടുത്ത ഒന്നിനും ഇവിടെ പറഞ്ഞിട്ടില്ല, ഖിലാഫുൽ അവലിനെ പറഞ്ഞിട്ടില്ല. കാരണം ജമുൽ ജവാമി ബഹുമാനപ്പെട്ട സുബ്കി ഇമാമ് ഖാദിജി സുബ്കി റഹിമഹുല്ല അദ്ദേഹം നടന്നത് മുത്തഅഖിരീങ്ങളുടെ റൂട്ടിലൂടെയാണ്. ഇമാം ജവാനി തങ്ങൾ നടന്നത് മുത്തഖദ്ദിമീങ്ങളുടെ റൂട്ടിലാണ്. മുത്തഖദ്ദിമീങ്ങൾ എന്ത് പറയുന്നില്ല, എല്ലാവരും ഈ ഈ ഖിലാഫുൽ അവലിനെ പറ്റി എല്ലാവരും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇമാമുൽ ഹറമൈനൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഖിലാഫുൽ അവലിനെ പറ്റി പറയാത്തത്. അപ്പോൾ ഖിലാഫുൽ അവലെ മാറ്റിയിട്ട് ബാക്കി 2 കൂടെ ചേർത്തിട്ട് ഇവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? വാജിബ്, മൻദൂബ്, മുബാഹ്, മഹ്ലൂർ, മക്റൂഹ്. അപ്പോൾ 7 വന്നിട്ടുണ്ട്. ഫൽ ഫിഖ്ഹു, അപ്പോൾ എന്തായാലും ഫിഖ് എന്ന് വെച്ചാൽ അൽ ഇൽമു ബിൽ വാജിബി. ഫിഖ് എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് വരും ഇവിടെ? അൽ ഇൽമു അറിവാണ്, ബിൽ വാജിബി വാജിബിനെ സംബന്ധിച്ചും അൽ മൻദൂബ് മൻദൂബിനെ സംബന്ധിച്ചും ഇല ആഖിരി സബാത്തി, ഈ 7 അവസാനമുള്ള സാധനങ്ങൾ വരെയില്ല. അതായത് ഈ 7 സംബന്ധിച്ചുള്ള അറിവിനാണ് എന്ത് പറയുക? ഫിഖ് എന്ന് പറയാം. അതായത് ബി അന്ന ഹാദൽ ഫീല, എങ്ങനെയാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ്? ബി അന്ന ഹാദൽ ഫീല നിശ്ചയ ഈ ഫീല് വാജിബുൻ വാജിബാണ്, വഹാദ ഇത് മൻദൂബുൻ ഇത് മൻദൂബാണ്, വഹാദ മുബാഹ് ഇത് മുബാഹാണ്, വഹാക്കഥ ഇപ്രകാരം, ഈ കഥ ആ കഥ ഇപ്രകാരം എന്നാണ് ഇതിൽ ആഖിരി സബാത്തി അവസാനം വരാനുള്ളത്. ഇത് ഫാസിദായ സംഗതിയാണ്. ഇപ്പോൾ നിസ്കരിക്കും ആരാ സംസാരിച്ച്, അപ്പോൾ നിസ്കാരം ഫാസിദായ നിസ്കാരമാണ്. ആ രൂപത്തിൽ അങ്ങനെയുള്ള അറിവ്, അതാണ് ഫിഖ്. ഇനി ഓരോ ഹുക്കുമിനെ പറ്റി പറയാണ്. ഫൽ വാജിബ്, അപ്പോൾ വാജിബ് എന്നുള്ളത് ഇതിൻ്റെ ഹൈസ് ഏത് നിലയ്ക്ക്? വസ്ഫുഹു, അതിൻ്റെ വസ്ഫ് ബിൽ വുജൂബ് കൊണ്ടാണ്, നിർബന്ധമാവുക എന്നതുകൊണ്ടാണ് അതിൻ്റെ വസ്ഫ്, നിർബന്ധമാവുക എന്ന അതിൻ്റെ വസ്ഫ് എന്ന നിലയ്ക്കാണ് അത് വാജിബാവുന്നത്. അതിപ്പോൾ അങ്ങനെ ഈ ഹൈസിയത്ത് പറയുന്നത് എന്താണ്? നിർബന്ധമാവുക എന്ന ഹൈസിയത്തിലൂടെ വാജിബ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, മഹസൂബായ ഒരു സ്ഥലം, പിടിച്ചെടുത്തൊരു സ്ഥലത്ത് നിസ്കരിച്ചാൽ അവിടെ പിടിച്ചെടുത്തതിൻ്റെ ഹുക്കുമ് വേറെ വരും. നിസ്കാരം ശരിയാവും, അത് ശരിയാവും. അപ്പോൾ നിസ്കാര സംഗതി വാജിബാണ്. അപ്പം ഹൈസിയത്ത് അനുസരിച്ച് എന്താണ് അതിൻ്റെ വേറെ സംഗതികളൊക്കെ മാറും. നിസ്കാരത്തിൻ്റെ അത് വാജിബെന്ന ഹൈസിയത്തിലൂടെ എന്താകും? വാജിബാകും നിസ്കാരം എന്നുള്ളത്. പക്ഷെ എന്താണ്, തെറ്റായ രൂപത്തിലാകുമ്പോൾ കോലം മാറും, ചിലതിൽ മാറാതിരിക്കും. അപ്പം ഓരോ ഹൈസിയത്ത് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നിർബന്ധമാവുന്നു എന്ന ഹൈസിയത്തിലൂടെ എന്താണ്? വുജൂബ് എന്ന ഹൈസിയത്തിലൂടെ വാജിബാകുന്ന സംഗതി അതാണ്. അത് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാണ് ഒരു സംഗതിയാണ് ഹിസാബ് അലാ ഫീലി, ആ സംഗതിയെ പ്രവർത്തിക്കുന്നതിൻ്റെ മേൽ കൂലി ലഭിക്കും. അയ്യോ ആക്കബ് അലാ തർക്കി, അതിനെ ഉപേക്ഷിക്കുന്നതിന് മേലെ ശിക്ഷിക്കപ്പെടും, ഉപേക്ഷിച്ചതിന് പേരിൽ. വയക്ഫി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അഥവാ തെറ്റ് ചെയ്യരെ എന്താണ് ശിക്ഷിക്കണം. അതുപോലെ വാജിബായൊരു സംഗതിയെ ഉപേക്ഷിച്ച അയാൾക്ക് ശിക്ഷ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്ത് എല്ലാവരും ശിക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ വാജിബാവില്ലല്ലോ എന്ന്. വാജിബിൻ്റെ താരീഫിൽ എന്താ പറഞ്ഞത്? യുആഖബ് അലാ തർക്കി, അതിനെ ഉപേക്ഷിച്ചതിന് മേലെ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ആരെന്ത് ചെയ്താലും അവിടെ ശിക്ഷ ഉണ്ടെങ്കിലല്ലേ അത് വാജിബെന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊരു ഈത്തിറാകും. അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ടാണ് ഷാരിഫ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വയക്ക് ഫീ മതിയാകും ഫീ സിദ്ഖിൽ ഇക്കാബ് സാദിക്കാവുന്ന വിഷയത്തിൽ മതിയാകും എന്ത്? വുജൂദുഹു, ഈ ഇക്കാബ് ഉണ്ടാവൽ ലി വാഹിദ്, ഒരൊറ്റ ആൾക്കുണ്ടായാൽ മതി. മിനൽ ഇസാദി, പാപികളിൽ നിന്നുള്ള. ഏതോടുകൂടി? മഅൽ അഫ്വി, മാപ്പാക്കലോടുകൂടി. അല്ലാഹു തആല അതിൻ്റെ കയ്യിൽ ബാക്കിയുള്ളവരെ തൊട്ട്, അവനല്ലാത്തവരെ തൊട്ട്. അതൊരു 100 ആൾക്കാരുണ്ട്. 100 ആൾക്കാർ 100 പേര് എന്താണ്? കൊലപാതകം ചെയ്ത ആളാണ്. അപ്പോൾ 100 പേരും കൊലപാതകം ചെയ്ത് 99 പേർക്ക് അള്ളാഹ് അഫു ചെയ്ത് കൊടുത്ത് ഒരാൾക്ക് ശിക്ഷിച്ചാൽ എന്താണ്? അവിടെ ശിക്ഷ എന്തായിട്ടുണ്ട്? സാദിക്കായിട്ടുണ്ട് എന്ന്. ശിക്ഷ സാദിക്കുക, അത് മതിയെന്ന്. അതാണ് വയക്ഫി ഫീ സിദ്ഖിൽ ഇക്കാബ്, ശിക്ഷ സാധിക്കാവുന്നതിൽ മതിയാവുന്നതാണ്. വുജൂദു, ആ ശിക്ഷ ഉണ്ടാവൽ ലി വാഹിദി മിനൽ ഇസാദി, പാപികളിൽ നിന്ന് ഒരൊറ്റ ആളെ ശിക്ഷിച്ചാൽ മതി. മാൽ അഫ്വി, മാപ്പാക്കലോടുകൂടി. അതിൻ്റെ കയ്യിൽ ഈ ഒരാളെ വെച്ച് ബാക്കിയുള്ള എല്ലാവർക്കും പുറത്തെടുത്ത ഒരാളെ ശിക്ഷിച്ചല്ലോ, അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം തന്നെ നരകത്തിൽ തന്നെ ഉണ്ടാവുക. നരകത്തിലുണ്ടാവുന്നത് നരകത്തിൽ കയറും.
അള്ള ഒരുപാട് ആൾക്കാർക്ക് പുറത്തു കൊടുക്കും എന്ന് വെച്ചാൽ വാജിബ് അല്ലാതാവുന്നില്ല. അതിനാണ് ഈ മറുപടി കൊടുത്തത്. ഇനി വൈജൂസ് അനുവദനീയാണ് അള്ളക്ക് അയ്യസീത വർദ്ധിപ്പിക്കൽ വയത്തറത്തബൽ ഖിതാബ് വയത്തറത്തബൽ ഇഖാബ് എന്താണ് ഇങ്ങനെ തുടർന്ന് വരൽ അലാ തർക്കി അതിനെ ഉപേക്ഷിക്കലിൻ്റെ മേൽ കമ അബ്ബറബിഹി ഗൈറുഹു കമ അബ്ബറബിഹി അതുകൊണ്ട് പറഞ്ഞതുപോലെ പരാമർശം നടത്തിയ പോലെ ഗൈറുഹു ഇപ്പോൾ മനപ്പെട്ട ജുവൈനിമാം അല്ലാത്തവർ അപ്പോൾ ഫലൈനാഫിൽ അഫു അപ്പോൾ അഫു എന്താവില്ല എതിരാവില്ല. അപ്പം അള്ളാഹു ഒരാൾക്ക് മാപ്പാക്കി കൊടുത്തു എന്ന് വെച്ചാൽ അത് വാജിബ് അല്ലാതാവുന്നില്ല. അള്ളക്ക് വേണം എന്ത് ചെയ്യാം വർദ്ധിപ്പിക്കാൻ പറ്റും. അള്ളക്ക് എന്താണ് അള്ളക്ക് ഉദ്ദേശിച്ചനുസരിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഈ കാബിന് എന്താണ് വേണമെങ്കിൽ എന്ത് ചെയ്യുക മാപ്പാക്ക ഒരുപാട് ആൾക്കാർക്ക് മാപ്പാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചതിൻ്റെ മേലെ അള്ളക്ക് എന്താണ് ശിക്ഷ തുടർത്തിക്കൊണ്ട് വരാം. അതെല്ലാം അള്ളക്ക് പറ്റും. ആരിൽ ഒരാളെന്ന് ശിക്ഷിക്കും അത് മതി. എത്രയാണെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ വൽ മൻദൂബ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട്. മീൻ ഹൈസ് വസ്ഹു ബിൻ നുദുബ് അതിൻ്റെ വസ്ഫ് നുദുബ് കൊണ്ടാണ് അത് സുന്നത്താവുക നുദുബാവുക എന്നതുകൊണ്ടാണ് അതിൻ്റെ വസ്ഫ്. ആ ഒരു ഹൈസ്യത്തിലൂടെ മൻദൂബ് എന്ന് വെച്ചാൽ എന്താണ് ഒന്നാണ് യുസാബ് അല ഫിഇലിഹി അത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ്. വല യുആഖബ അലാ തർക്കി അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാത്ത ഒന്നുമാണ്. ഇനി വല മുബാഹു ഇനി അതുപോലെ തന്നെ മുബാഹ് എന്ന് വെച്ചാൽ മീൻ ഹൈസു വസ്ഫുഹു ബിൽ ഇബാഹത്തി അതിൻ്റെ വസ്ഫ് ഇബാഹത്താണെന്ന ഹൈസ്യത്തിലൂടെ മുബാഹിന് എന്താണ് ഹലാല് ജായിസ് എന്ന മാനക്കൊക്കെ മുബാഹ് പ്രയോഗിക്കപ്പെടാറുണ്ട്. പിന്നെ അതിൽ വ്യത്യാസമുണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാവും. ഒന്നാണ് ലാ യുസാബു അലാ ഫീലി അത് പ്രവർത്തിച്ചതിൻ്റെ മേലെ പ്രതിഫലം ഒന്നും ലഭിക്കൂല. വതർക്കിഹി അത് ഉപേക്ഷിച്ചതിൻ്റെ മേലും പ്രതിഫലം ലഭിക്കൂല. വലാ യുആഖബു അലാ തർക്കിഹി അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. വഫീലിയ അത് ചെയ്തതിൻ്റെ മേലിൽ ശിക്ഷിക്കപ്പെടില്ല. ചെയ്താലും ഉപേക്ഷിച്ചാലും പ്രതിഫലം ഇല്ല കൂലില്ല. അതായത് അപ്പോൾ അതാണ് തഫ്സീർ ചെയ്യുക. മല യതഅല്ലഖു ബന്ധപ്പെടാത്ത ഒന്ന് ബി കുല്ലി മിൻ ഫീലിഹി വ തർക്കിഹി ബി കുല്ലിൻ ഒന്നുകൊണ്ടും ബന്ധപ്പെടാത്ത ഒന്ന്. ആ ഒന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ മീൻ ഫീൽ അതിന് പ്രവർത്തിക്കലിനാലും തർക്കി അതിനെ ഉപേക്ഷിക്കലിനാലോ ഉപേക്ഷിച്ചാലും പ്രവർത്തിച്ചാലും ഒന്നും ബന്ധപ്പെടില്ല. എന്ത് ബന്ധപ്പെടില്ല സാവലായിക്കാവ് ശിക്ഷയും പ്രതിഫലം നൽകും കിട്ടുക. മുട്ട തിന്നലൊക്കെ പോലെ മുട്ട തിന്നതെന്ന് വെച്ചാൽ കൂലി കിട്ടുമോ ഇല്ല. ബിസ്മി ചൊല്ലി അത് വേറെ ഹൈസ്യത്തിൽ വേണം. നമ്മൾ ഹൈസ്യത്ത് ഇവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈസ്യത്തല്ല മുട്ട തിന്നു മുട്ട തിന്നതിന് പ്രത്യേക ഹുക്കുമില്ല. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയില്ല കൂലിയില്ല. അതിൻ്റെ ആ ഒരു ഹൈസ്യത്തിലൂടെ കേട്ടോ. പിന്നെ ബിസ്മിയിൽ ചെല്ലുന്നത് വെച്ചാൽ അതിന് കൂലി കിട്ടും. അത് വേറെ ഹൈസ്യത്തല്ലേ. ഇനി വൽ മഹലൂർ എന്ന് വെച്ചാൽ മീൻ ഹൈസ് വസ്ഹു അതിൻ്റെ വസ്ഫ് ഏത് നിലയ്ക്ക് ബിൽ ഹദർ കൊണ്ടാണ്. ഹദർ എന്ന് വെച്ചാൽ അൽ ഹുർമത്ത് നിരോധന അല്ലെങ്കിൽ ഹുർമത്ത് ഹറാമാവുക നിഷിദ്ധമാവുക എന്നൊരു ഹൈസ്യത്തിലൂടെ. അപ്പം ഹറാമാണ് ഉദ്ദേശിക്കുന്നത്. ഇസാബ് അലാ തർക്കി ഒന്നാണ് ഇസാബ് അലാ തർക്കി അതിന് ഉപേക്ഷിച്ചതിന് മേലെന്താണ് പ്രതിഫലം കിട്ടും. ഉപേക്ഷിക്കുന്നത് എങ്ങനെ വെറുതെ ഉപേക്ഷിച്ചാൽ മതി പോരാ. ഇംതിസാലൻ അനുസരിക്കാൻ വേണ്ടി അള്ള ഇങ്ങനെ കൽപ്പിച്ചല്ലോ. അപ്പോൾ കള്ള് കുടിക്കാൻ വേണ്ടി പോയി കള്ള് ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴാണ് അള്ള നിരോധിച്ചതല്ലേ എന്നാണ്. അപ്പോൾ എന്താണ് പ്രതിഫലം കിട്ടും. അല്ല വെറുതെ ഇരുന്നാലല്ല. അതാണ് ഇംതിസാൽ എന്ന് പറഞ്ഞത്. അനുസരിച്ചതിൻ്റെ പേരിൽ അതിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരെന്ത് കിട്ടും. അനുസരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ എന്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക കള്ള് കുടിക്കൽ ഹറാമായതുകൊണ്ട് കുടിക്കാതിരിക്കുന്നതാണെങ്കിൽ അള്ള അങ്ങനെ പറഞ്ഞല്ലേ എന്നുള്ളതിലാവുമ്പോൾ എന്താണ് നമുക്ക് കൂലി കിട്ടും. ആണ് ഇംതിസാൽ. പിന്നെ യുആഖബു അലാ ഫീലി അതിനെ പ്രവർത്തിച്ചതിന് മേലെ ശിക്ഷിക്കപ്പെടും. ഇനി വല്ല മക്രോ എന്ന് വെച്ചാൽ അതും അങ്ങനെ തന്നെ. മീൻ ഹൈസു വസ്ഫുഹു ബിൽ കറാഹത്തി അതിൻ്റെ വസ്ഫ് അതിൻ്റെ വിശേഷണം കറാഹത്ത് കൊണ്ടാണ് എന്ന ഹൈസ്യത്തിലൂടെ മക്രോ എന്ന് വെച്ചാൽ ഒന്നാണ് ഒരു കാര്യമാണ്. യുസാബു അലാ തർക്കിഹി അതിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കും. ഇംതിസാല എങ്ങനെ നേരത്തെ ഹറാമിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇംതിസാലൻ അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടും. അല്ല യുആഖബു അലാ ഫീലി അതിനെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ പറയാനുള്ള 5 ഹുക്കുമുകൾ. ഇനി സഹീഹ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈസ് വസ്ഫുഹു ബിസിഹത്തി അതിൻ്റെ വസ്തു സിഹത്താണ്. സാധുവാവൽ സിഹത്തിൻ്റെ സാധുവാവുക എന്ന സാധു എന്ന് വെച്ചാൽ എന്താ പാവാവുക എന്നല്ല മറിച്ച് എന്താണ് സാധുവാവുക പരിഗണനീയമാവുക. വോട്ട് സാധു അസാധു വോട്ട് എന്നൊക്കെ പറയാറില്ല അതുപോലെ. അപ്പം സിഹത്ത് എന്ന വസ്തു സിഹത്ത് കൊണ്ടാണ് അതിൻ്റെ വസ്തു എന്ന ഹൈസ്യത്തിലുള്ള സഹീഹ് എന്ന് വെച്ചാൽ ഒരു സംഗതിയാണ്. യതഅല്ലഖു ബിഹി ആ ഒന്നിനോട് ബന്ധപ്പെടും അന്നുഫൂദു നടപ്പാവൽ വയുഅത്തദ്ദ ബിഹി നടപ്പാവൽ ബന്ധപ്പെടുകയും ചെയ്യും. വയുഅത്തദ്ദ ബിഹി ആ ഒന്നുകൊണ്ട് ഈ ഒരു സംഗതി ഈ ഒരു കർമ്മം എന്താകും എണ്ണപ്പെടുകയും ചെയ്യും പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഒന്നുകൂടെ ഒരു സംഗതിയാണ്
യതഅല്ലഖു ബിഹി ആ ഒന്നിനോട് ബന്ധപ്പെടും അന്നുഫൂദ് ഈ സംഗതി നടപ്പാവൽ വയുഅതദ്ദു ഈ സംഗതി എന്താകും പരിഗണിക്കപ്പെടും എണ്ണപ്പെടും ബിഹി ഈ മാ കൊണ്ട് ഈ ഒരു സംഗതി കൊണ്ട്. അപ്പോൾ നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിൽ എന്തെല്ലാം വേണോ ആ നിസ്കാരം എന്താണ് സഹി ആവേണ്ട കാര്യങ്ങളെല്ലാം നിസ്കാരം സഹി ആവേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് നിസ്കാരം നാഫിദാവലിനോട് നിസ്കാരം നടപ്പാവലിനോട് നിസ്കാരം മുഅത്തദ് പരിഗണനീയമാവലിനോട് എന്താ ബന്ധപ്പെടുന്നുണ്ടല്ലോ. പരിഗണനീയമാണെങ്കിൽ ഈ സാധനങ്ങൾ വേണം. അപ്പം അത്തരം സംഗതിയാണിത് സഹീഹ് എന്ന് വെച്ചാൽ. ഇങ്ങനെ ഒന്നുകൂടെ സഹീഹ് എന്ന് വെച്ചാൽ ഒരു സംഗതിയാണ്, ഒരു ചെയ്യലാണ്. യതഅല്ലഖു ബിഹി നുഫൂദ് അതിനോടെന്താണ് നുഫൂദ് ബന്ധപ്പെടണം. പിന്നെ വയഅതദ് ബി ആ സാധനം അതങ്ങനെയാണ് കേട്ടോ. ആ സാധനം എന്താണോ എണ്ണപ്പെടുകയും വേണം. അപ്പോൾ നിസ്കാരം ശരിയാൻ വിധത്തിൽ ചെയ്താലേ ഉള്ള എന്താവുള്ളൂ നിസ്കാരം നാഫിദായി നടപ്പായി എന്ന് പറയാൻ പറ്റുള്ളൂ. നിസ്കാരം ശരിയാൻ വിധത്തിൽ നടന്നാലേ ഉള്ളൂ അതിനെന്ത് പറയും മുഅത്തദ് ബിഹി പരിഗണനീയമായതെന്ന് പറയുള്ളൂ. അതാണ് സംഗതി. എങ്ങനെയാണ് ബിയാനിസ്തജമ അത് ഒരുമിച്ച് കൂട്ടൽ കൊണ്ട് മാ ഒന്നിനെ യുഅ്തബറു ബിഫീഹി ആ നിസ്കാരത്തിൽ ഇപ്പോൾ ആ ഒരു സംഗതിയിൽ പരിഗണിക്കപ്പെടുന്ന എന്തെല്ലോ സംഗതികളുണ്ടോ അതിനെയൊക്കെ ഒരുമിച്ച് കൂട്ടുക. ബിയാനിസ്തജമ ഒരു കർമ്മം ആ കർമ്മം ഒരുമിച്ച് കൂട്ടുക മാ ഒന്നിനെ യുഅ്തബറു ഫീഹി യുഅ്തബറു ആ ഒന്ന് പരിഗണിക്കപ്പെടും ഫീഹി ആ കർമ്മത്തിൽ എന്തെല്ലാമാണ് പരിഗണിക്കപ്പെടുന്ന ആ കാര്യങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക. പരിഗണിക്കുന്ന എന്തെയാ ഷറഇൽ പരിഗണിക്കുക. ഷറയിൽ എന്തെല്ലാം നിസ്കാരമാണ് നിസ്കാരത്ത് റുക്കൂ സുജൂദ് ഇസ്താൽ സലാത്ത് അല്ലേ സലാം ഫാത്തിഹ അതെല്ലാം വേണ്ട. അങ്ങനെ അക്കദൻ കാന ഔ ഇബാദ ആ ഒരു സംഗതി നമ്മുടെ ചെയ്യാൻ പോകുന്ന കർമ്മം അത് അക്കദാവട്ടെ ഔ ഇബാദ അല്ലെങ്കിൽ എന്താവട്ടെ ഇബാദത്താവട്ടെ. അക്കദ് എന്ന് വെച്ചാൽ ഇടപാട് വിവാഹം കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ. ഇബാദത്താവുമ്പോൾ നമ്മുടെ ആരാധന നിസ്കാരം സക്കാത്ത് പോലത്തെ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സഹീന് നേരെ ഓപ്പോസിറ്റ് ബാത്തിൽ അത് എങ്ങനെയാണ് മിൻ ഹൈസു വസ്ഫുഹു ബിൽ ബുത്ലാൻ അതിൻ്റെ വസ്ഫ് ബുത്ലാൻ എന്ന ഹൈത്യത്തിലൂടെ. ബുത്ലാൻ എന്ന് വെച്ചാൽ നിരർത്ഥകമാവുക. സഹീ എന്ന് വെച്ചാൽ സാധുവാവുക മലയാളർത്ഥം. അതുപോലെ തന്നെ ബുത്ലാൻ എന്ന് വെച്ചാൽ നിരർത്ഥകമാവുക വെറുതെ വൃഥാവിലായി പോവുക. അപ്പോൾ ബാത്തിൽ വെച്ചാൽ ഒരു പ്രവർത്തനമാണ്. ലാ യതഅല്ലഖു ബിഹി നുഫൂദ് ആ പ്രവർത്തനത്തോട് ബന്ധപ്പെടുന്നില്ല നുഫൂദ് എന്ന സംഗതി നടപ്പാവുക എന്നത്. അതായത് ആ പ്രവർത്തനം എന്താവുന്നില്ല നാഫിദാവുന്നില്ല. വലാ യുഅ്തദ് ബിഹി അതിനെന്താവുന്നില്ല പരിഗണിക്കപ്പെടുന്നതുമില്ല അതിന് എണ്ണപ്പെടുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തെ എന്ത് പറയും. ഇപ്പോൾ സക്കാത്താണെങ്കിൽ എന്ത് ചെയ്ത് സക്കാത്ത് 1 കോടി രൂപ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ 1 കോടി രൂപ എടുക്കാൻ എന്ത് ചെയ്ത് 1 കോടി രൂപയുടെ സ്ഥാനം എടുത്തിട്ട് കൊടുത്താൽ എന്താവില്ല സക്കാത്ത് നടപ്പാവില്ല അല്ലേ. മുഅ്തദ് ബിഹി ആവില്ല എന്നാവില്ല. ബിയാൻ ലം യസ്തജിം അതെങ്ങനെയാണ് ബിയാൻ ലം യസ്തജിം ഈ ഒരു കർമ്മം എന്താണ് ഒരുമിച്ച് കൂട്ടാതിരിക്കൽ കൊണ്ട് മാ ഒന്നിനെ യുഅ്തബറു ആ ഒന്ന് പരിഗണിക്കപ്പെടും ഫീഹി ആ കർമ്മത്തിൽ ഷറഇൽ പരിഗണിക്കപ്പെടും. അക്കദങ്ങനെ ഇബാദ ആ ഒരു കർമ്മം എന്താണ് അക്കദാവട്ടെ ഇടപാടാവട്ടെ ഇബാദ അല്ലെങ്കിൽ ആരാധനാ കർമ്മമാവട്ടെ. ഇനി വൽ അക്കദ് എന്നുള്ളത് ഇടപാടില്ലേ ഈ നിക്കാഹ് കച്ചവടം പോലുള്ള സംഗതികൾ വായ്പ കൊടുക്കൽ അതൊക്കെ എന്താണ് യത്തസിഫു അത് വിശേഷിതമാകും. അതായത് അതിനെപ്പറ്റി പറയും എന്ത് ബിൻ നുഫൂദ് കൊണ്ടും വലിയ ഏത്തിദാദ് കൊണ്ടും. അതായത് ഇപ്പോൾ കച്ചവടമൊക്കെ ആണെങ്കിൽ അത് സംഗതി എന്തായി നാഫിദായി നടപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഏത്തിദാദ് മുഅ്തദ് ബിഹിയാണ് പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ വല്ല ഇബാദത്തോ തത്തസിഫ് അത് വിശേഷിതമാകുന്നത് എന്തുകൊണ്ടാണ് ബിൽ ഏത്തിദാദ് ഫഖത്ത് അതിന് മുഅ്തദ് ആവുക എന്ന് മാത്രമേ പറയുള്ളൂ. അതിനെന്ത് പറയില്ല നാഫിദ് നിസ്കാരം നാഫിദായി എന്ന് അങ്ങനെ പറയാറില്ല. മറിച്ച് എന്താ പറയുക നിസ്കാരം മുഅ്തദ് ബിഹിയായി പരിഗണനീയമായതായി എന്നേ പറയുള്ളൂ. അക്കദാണ് 2 രൂപത്തിലും പറയും. എവിടെയാണ് അത് ഇസ്തിലാഹൻ സാങ്കേതിക പ്രയോഗത്തിലാണ്. സംഭവം ഉണ്ടെന്നാണ് ഒരേ മാനിയാണ്. സാങ്കേതിക പ്രയോഗത്തിൽ ഇങ്ങനെയാണ് പ്രയോഗിക്കപ്പെടാറ്. ഇനി വൽ ഫിഖ്ഹ് എന്നാൽ ബിൽ മാന ഷറഈയായ അർത്ഥത്തിലാട്ടോ. ഷറഈയായ അർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് വെച്ചാൽ അഹസു മിനൽ ഇൽമി എന്തിനേക്കാൾ അഹസാണ് ഇൽമിനേക്കാൾ അഹസാണ്. അപ്പോൾ ഇൽമു ആമു ഫിഖ്ഹ് അഹസു ആണ്. അതിൻ്റെ കാരണം അല്ലേ സിദ്ഖിൽ ഇൽമ് യോജിക്കുന്ന കാരണത്താൽ പിന്നെ നെഹവിനോട് യോജിക്കുമ്പോൾ കാര്യം അതല്ലാത്തവരുടെ നെഹവ് പഠിച്ച ആളെ പറ്റി എന്താ പറയും ആലിമ് എന്ന് പറയും. ആലിമു ഫി നെഹവിൽ പണ്ഡിതനാണെന്ന് പറയും അല്ലെങ്കിൽ ആലിമു ഫി സർഫി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് കുല്ലു ഫിഖീൻ അപ്പോൾ എല്ലാ ഫിഖും ഇൽമാണ്. പക്ഷെ വലൈസ കുല്ലു ഇൽമിന് പക്ഷെ എല്ലാ ഇൽമും എന്താവില്ല ഫിഖ് ആവില്ല. അപ്പോൾ ഇൽമിൽ വേണ്ട ഒരു ഐറ്റായിട്ട് വരുന്നത് ഫിഖ്. അപ്പോൾ നമ്മുടെ ഫിഖ് എന്തല്ല നമ്മുടെ സാധാരണ ലഗവിയായ അർത്ഥമല്ല ഷർഈയായ അർത്ഥമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്.